കെ.എം. മാണിക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയാകും. ആരോപണം ഉയർന്ന ആദ്യ നാളുകളിൽ ചേർന്ന മന്ത്രിസഭാ യോഗം മാണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലുകളോടെ രംഗം പൂർണ്ണമായും മാറിമറിഞ്ഞിരിക്കുകയാണ്. കടുത്ത സമ്മർദ്ദമാണ് സർക്കാരിന് മേലുള്ളത്. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പെടുത്തലുകൾ, പുതിയ തെളിവുകൾ, പ്രതിരോധത്തിന് സർക്കാരിന്റെ പക്കൽ ആയുധങ്ങൾ കുറവ്, മുന്നണിക്കുള്ളിൽ തന്നെ അപസ്വരങ്ങൾ. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പേരും ബിജു രമേശ് ആരോപണങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ആരോപണം ഉയർന്ന നാളിലെ സാഹചര്യമല്ല ഇപ്പോൾ. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ വന്ന ആദ്യ നാളുകളിൽ ചേർന്ന മന്ത്രിസഭാ യോഗം കെ.എം. മാണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കാറ്റ് മാറി വീശി തുടങ്ങിയിരിക്കുന്നു. ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖകൾ ബാർക്കോഴ ഇടപാടിലെ സംസാരിക്കുന്ന തെളിവുകളാണ്. മാണിക്കെതിരെ ശക്തമായ വെളിപ്പെടുത്തലുകൾ ഇതിലുണ്ട്. മാണിയുടെ വീട്ടിൽ കോഴപ്പണം എണ്ണാൻ നോട്ടെണ്ണൽ യന്ത്രം പോലും ഉണ്ടെന്നാണ് ബാർ ഉടമകളുടെ വെളിപ്പെടുത്തൽ. ഈ പ്രതിസന്ധിയിൽ നിന്ന് മാണിക്ക് എങ്ങനെ സംരക്ഷണ കവചമൊരുക്കുമെന്നതാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാന തലവേദന. ഒപ്പം മുന്നണിയിൽ നിന്നുകൊണ്ട് ആർ ബാലകൃഷ്ണപിള്ള വെളിപ്പെടുത്തിയ കാര്യങ്ങളും പ്രതിരോധിക്കേണ്ടി വരും. പിള്ളയെ UDF-ൽ നിന്ന് പുറത്താക്കണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിനും സമാനമായ അഭിപ്രായമാണുള്ളത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഇനി നിർണായകമാവുക. പിള്ളയെ പുറത്താക്കുന്ന കാര്യത്തിൽ ധൃതി പിടിച്ച സമീപനം വേണ്ട എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. മന്ത്രിസഭാ യോഗത്തിൽ പിള്ള പ്രശ്നവും ചർച്ചയ്ക്ക് വരും. കെ.എം. മാണി ചെളിയിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നത് തന്നെയാണ് മന്ത്രിമാരുടെ മുന്നിൽ ഇന്ന് വരുന്ന പ്രധാന പ്രശ്നം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.